നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്താം. ഞാൻ രമേഷ് കുമാർ ആചാര്യ, അഖില ഭാരതീയ വിശ്വാസ മഹാസഭ കേരള ഘടകത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ രാജൻ. അതിനപ്പുറം ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ മിസ്റ്റർ രതീഷ് തേക്കട. എൻ്റെ വലതുവശത്തിരിക്കുന്നത് ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ക്ലിക്കല്ലോ ശിവപ്രസാദ്. അതിനപ്പുറം ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സുന്ദരേശൻ. ബാക്കിൽ ഞങ്ങളുടെ ഓഡിറ്റർ, കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഓഡിറ്റർ കെ ജയൻ. ഈ പ്രസ് മീറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അധ്യക്ഷനെ. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചു. 2021 നടക്കേണ്ട ദേശീയ സെൻസസ് ഈ 2026 ഒക്ടോബർ 1 2027 മാർച്ച് 1 നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ആ ദേശീയ സെൻസസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഈ തവണ ജാതി സെൻസസും എടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അനുകൂലമായും പ്രതികൂലമായും ഇവിടുത്തെ പല സംഘടനകളും പ്രതികരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസ് കൂടി നടത്താനുള്ള തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. അത് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നതിന്റെ ഉദ്ദേശം കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ 340 അനുസരിച്ച് ഉള്ള ഭരണപരമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്തി അവരെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക പഠനം സംഘടിപ്പിച്ചുകൊണ്ട് അധികാര പദവികൾ മറ്റൊന്ന് ഉന്നത സ്ഥാനമാനങ്ങളിൽ ന്യായമായ പരിഗണന നൽകുന്ന കാര്യത്തിൽ ഇന്നലകളിൽ ഭരണാധികാരികൾ മടിച്ചു നിൽക്കുകയായി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ പ്രാവശ്യം സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുന്നു. ഇന്ത്യയിലെ സമുദായങ്ങളെ സംബന്ധിച്ച് എത്ര സമുദായങ്ങളുണ്ട്, അവരുടെ തൊഴിൽ മേഖല എത്ര തൊഴിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്, അവരുടെ സാമ്പത്തിക സാമൂഹിക അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കൂടി സമഗ്രമായ ഒരു പഠനം നടത്തി രാജ്യത്ത് അത് പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഈ കാലഘട്ടത്തിൽ 2 കമ്മീഷൻ നിലവിൽ വന്നിരുന്നു. ഒന്ന് 1955 കലേക്ടർ കമ്മീഷനും 1983 BP മണ്ഡൽ കമ്മീഷനും വന്നിരുന്നു. കലേക്ടർ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അത് വെളിച്ചെണ്ണയില്ല. BP മണ്ഡൽ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 10 വർഷം അത് തൊടാതെ നിർത്തിയതിനു ശേഷം പിന്നീട് സർക്കാർ അതിന് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ഉണ്ടായത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ മുന്നോട്ട് വരികയില്ല. എന്നാൽ
നമ്മൾ ഈ 25 വർഷങ്ങൾ പിന്നിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് തന്നെ ആ കാര്യത്തിൽ വിലയിരുത്തിയത് 27% പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടും നടപ്പാക്കിയിട്ടും വെറും 13% മാത്രമേ നടപ്പാക്കാൻ കഴിഞ്ഞുള്ള വിവരമാണ് പാർലമെന്റ് സമിതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വളരെ ഗൗരവമായ വീഴ്ചയായി സഭ കാണുന്നു. അർഹതപ്പെട്ട സംവരണം അത് ഉദ്യോഗ തലത്തിലായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, ഭരണതലത്തിലായാലും ശരി, അർഹമായ പങ്കാളിത്തം പിന്നോക്ക വിഭാഗങ്ങളിലെ പ്രബല സമുദായമായ വിശ്വകർമ്മ സമുദായത്തിന് ലഭ്യമാകണമെങ്കിൽ സമുദായത്തെ സംബന്ധിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചും ആധികാരികമായ ഒരു പഠനം ഈ ജാതി സെൻസസിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അതനുസരിച്ച് രാജ്യത്തെ വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അർഹതപ്പെട്ട ജനസംഖ്യ ആനുപാതിക ക്രമമനുസരിച്ച് രാജ്യത്തെ വിഭവങ്ങൾ വിതരണം ചെയ്യാനും അതനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ഫണ്ട് നീക്കിവെക്കാനും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാതി സെൻസസിനെ പൂർണ്ണമായും അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത്. അവിടെ 1931 എങ്ങനെയാണോ ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കിയത് ആ നിലവാരത്തിൽ തന്നെ ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശം നൽകേണ്ടതുണ്ട്. ആധികാരികമായ പഠനം, സമഗ്രമായ ഒരു വിലയിരുത്തൽ, അതനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ ചില സമുദായങ്ങൾക്ക് ഒരു ഭയമുണ്ട്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ ചില ഉന്നത സമുദായങ്ങൾ ഈ ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ ലോകസഭാ സ്പീക്കർക്കൊക്കെ നിവേദനം കൊടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു സമീപനം സമൂഹത്തിൽ ഒരു സ്പർദ്ധ വളർത്താൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അഭിപ്രായം വിശ്വകർമ്മ മഹാസഭയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടത്തേണ്ടതില്ല എന്ന തീരുമാനമായി പോകുന്ന സമുദായങ്ങൾ അവർക്ക് അവരുടെ അംഗസംഖ്യയിലപ്പുറം അധികാരം പിടിച്ചെടുത്തതും ഭൂസ്വത്ത് കൈവശമാക്കിയതും ഉന്നത പദവികൾ ലഭ്യമായതും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് അവരെ ജാതി സെൻസസിൽ നിന്നും പുറകോട്ട് വലിക്കുന്നതെന്നുള്ള വസ്തുത തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പഠനം അനിവാര്യമാണ്. അതനുസരിച്ചുള്ള ജനസംഖ്യ ആനുപാതിക ക്രമമനുസരിച്ച് രാജ്യത്തെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റു വിശേഷങ്ങൾ ഒക്കെ തന്നെ ഈ പ്രസ് രേഖയിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വിവരം ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ജനസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജാതി സെൻസസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ സെൻസസിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ ഈ വസ്തുത തുറന്ന് ജനങ്ങളുടെ മുമ്പ് സൂചിപ്പിക്കാൻ എന്റെ മാന്യ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭയുടെ എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഇത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ വിവരം സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഉപസംഹാരം ഞാനവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.